മോദി സർക്കാരിന്റെ സാമ്പത്തിക നയത്തെ ചൊല്ലി ബിജെപിയും ആർഎസ്എസും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ഒരു വശത്ത് ബിജെപിയും മോദി സർക്കാരുമാണെങ്കിൽ മറുവശത്ത് ആർഎസ്എസും സ്വദേശി ജാഗരൺ മഞ്ചും BMSുമാണുള്ളത്. മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ ചൊല്ലിയാണ് പുതിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. മോദി സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പുതിയ നയങ്ങളെയും സ്വദേശി ജാഗരൺ മഞ്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. നോട്ട് നിരോധനം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന, ബാങ്കുകളുടെ ലയനം തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നോട്ട് നിരോധനത്തിന് നിലവിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ പങ്കുണ്ട് എന്നും സ്വദേശി ജാഗരൺ മഞ്ച് അഭിപ്രായപ്പെട്ടു. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് വിദേശ മുതൽ മുടക്ക് ഉൾപ്പെടെയുള്ള ഉദാരവൽക്കരണ നടപടികളുടെ പേരിൽ സർക്കാരും സംഘപരിവാറുമുണ്ടായ ഏറ്റുമുട്ടലിന് സമാന രീതിയിലാണ് ഇപ്പോഴുള്ള പോര്. സംഘപരിവാറിന് പാർട്ടിക്കും സർക്കാരിനും മേൽ സ്വാധീനം കുറഞ്ഞിട്ടുണ്ട് എന്ന് സംഘപരിവാർ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പാർട്ടി നേതൃത്വനിരയിലുള്ളവർ സ്വദേശി അനുഭാവമുള്ളവരായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അതല്ല സ്ഥിതിയെന്നും അതുകൊണ്ടാണ് അവഗണിക്കപ്പെടുന്നതെന്നും സംഘപരിവാർ വൃത്തങ്ങൾ പറഞ്ഞു. എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം ഇതുവരെ നടക്കാതിരുന്നത് സ്വദേശി ജാഗരൺ മഞ്ചിന്റെ എതിർപ്പ് മൂലമാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. ബാങ്കുകൾ ലയിപ്പിക്കുന്നതിൽ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് BMS പറയുന്നത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തല്ല ബാങ്കുകൾ ലയിപ്പിക്കേണ്ടതെന്ന് സ്വദേശി ജാഗരൺ മഞ്ച് പറഞ്ഞു. RCEP ഇന്ത്യക്ക് ദോഷകരമാണ് എന്നും പറയുന്ന സ്വദേശി ജാഗരൺ മഞ്ച് മാന്ദ്യത്തിന്റെ കാലത്ത് ഇത്തരം നടപടികൾ ആലോചിക്കാനേ പാടില്ല എന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. ലോക വ്യാപാര സംഘടനാ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇൻഷുറൻസ് മേഖലയിൽ വിദേശ മുതൽ മുടക്ക് അനുവദിക്കാനും പേറ്റന്റ് നിയമം ഭേദഗതി ചെയ്യാനും വാജ്പേയി സർക്കാർ നടപടിയെടുത്തപ്പോൾ RSS മുന്നറിയിപ്പ് ദിനം പ്രഖ്യാപിച്ചു. ഇപ്പോൾ RCEPക്കെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭവും മുന്നറിയിപ്പാണെന്ന് പ്രധാനമന്ത്രിക്കുള്ള നിവേദനത്തിൽ സ്വദേശി ജാഗരൺ മഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.